തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിക്കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇന്ന് സ്ഥാപിക്കും. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ്. വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ശബരിമല നട വീണ്ടും തുറക്കുന്നത്. ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട നടപടി. ചടങ്ങുകൾ എന്നുള്ള നിലയിലല്ല, അല്ലാത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ടാകും. വലിയ വിവാദങ്ങൾക്കിടെയുള്ള ആ നടപടി എങ്ങനെ കാണണം വി ജയശങ്കർ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. എന്തായാലും ഇന്ന് ശബരിമല നട തുറക്കുകയാണ്. ഇന്ന് ഈ വിവാദങ്ങളൊക്കെ പിന്നാലെ ഈ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവാദങ്ങൾക്കിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വൈകിട്ടോടുകൂടി സ്ഥാപിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി ഇന്ന് ശബരിമല നട തുറക്കുകയാണ്. പക്ഷേ ഇന്ന് പ്രത്യേക പൂജകളില്ല. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് നട തുറന്ന് ദീപം തെളിയിക്കും. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇന്ന് സ്ഥാപിക്കും. ഒപ്പം തന്നെ നാളെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടക്കും. വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, തുടരാം. അതായത് തുലാമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല നട 5 മണിയോടുകൂടി തുറക്കും. ഈ ഘട്ടത്തിലായിരിക്കും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക. അതീവ കർശനമായി ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. വലിയ വിവാദമാണ് ഈ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുണ്ടായത്. ജസ്റ്റിസ് KT ശങ്കരൻ ഉൾപ്പെടെ ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ഷേത്രത്തിന്റെ ആചാരം പാലിച്ചുകൊണ്ടായിരിക്കും ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക. മാധ്യമങ്ങൾക്കുൾപ്പെടെ ഇത് പകർത്താനുള്ള ഒരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. 4 മണിയോട് തന്നെ ദ്വാരപാലക പാളികൾ ദേവസ്വം സ്ട്രോങ് റൂമിൽ നിന്ന് കൊണ്ടുവരികയും അത് അവിടെ ശില്പങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും. എന്തായാലും അതിനൊപ്പം തന്നെ നാളെയാണ് ശബരിമലയിലെയും ഒപ്പം തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുക. ശബരിമലയിലേക്ക് 14 പേരാണ് ഈ പട്ടികയിലുള്ളത്, നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. രാവിലെ തന്നെ 8 മണിയോടുകൂടി തന്നെ ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തി നറുക്കെടുപ്പിന് നടക്കും. ഈ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് അടുത്ത മാസം ഈ ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ വൃശ്ചിക മാസം 1-ാം തീയതി മുതലാണ് ചുമതല ഏറ്റെടുക്കാനാവുക. ഒപ്പം തന്നെ ഈ മാസം നട തുറക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് രാഷ്ട്രപതിയുടെ സന്ദർശനമാണ്. 22-ന് രാവിലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 21-ാം തീയതി തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. 25,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് നിലവിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ദർശനം നിയന്ത്രിക്കും. മല കയറുന്നുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം തീയതി ആർക്കും സന്നിധാനത്ത് പ്രവേശനമില്ല. രാഷ്ട്രപതിയുടെ പ്രോട്ടോകോൾ, സുരക്ഷാ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ തന്നെ പൂർണ്ണമായും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു രീതി ക്രമീകരിക്കും. ഒപ്പം തന്നെ പാസ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സന്നിധാനത്ത് നിൽക്കാൻ പോലും സാധിക്കും. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തലത്തിൽ ഇന്ന് പാളി സ്ഥാപിക്കുന്നതിനും മറ്റു കാര്യത്തിലുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഈ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ ആരംഭിക്കും. ക്രിസ്റ്റീന, റിജിത്ത്. ശരി, വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.